വാസിയണ്ണ തിരക്കിലാണോ? എന്ത് തിരക്കില്ല. വാസിയണ്ണ, ഒരു വേണ്ടപ്പെട്ട ഒരാൾ ആശുപത്രി, എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു 3000 രൂപ തായും. ഇവിടെ നിന്ന് ചെയ്യാം. ഇന്നത്തെ ടിക്കറ്റ് വിറ്റിപ്പോയി. ആരെങ്കിലും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വിചാരിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യാം. ഇങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും എനിക്ക് എന്നെ ഒന്ന് സഹായം. 3000 രൂപ ഞാൻ 3 ദിവസം കഴിഞ്ഞോണ്ട് തിരിച്ചു തരാം. നോക്കിട്ട് ചെയ്യാം. നമ്മളൊരു പയ്യനുണ്ട്, ഞാൻ വിളിച്ചു നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം. നീ സമാനമായിട്ട്. ഹലോ ഹലോ മോനെ, ഞാൻ ബാസിയാണ്. എനിക്ക് അത്യാവശ്യമാണ്. എനിക്കൊരു 3000 രൂപ. മാമ, നിങ്ങൾ ആൾറെഡി 12,000 നമുക്ക് തരാം. ആ പൈസ തരാത്തോണ്ട് നിങ്ങളെ കടയിൽ ചെന്നിരിക്കാനാണ് എന്റെ മുതലാളി പറഞ്ഞത്. അതിപ്പോ എന്ത് ചെയ്യും? എനിക്കിത് അത്യാവശ്യ കേസാണ് മോനെ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ. ഒരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് ഞാൻ ആശുപത്രി കേസെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്റെ മുതലാളിയുടെ അടുത്ത് എനിക്ക് ഉത്തരം പറയണ്ടേ? മോനെ, ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ സഹായിച്ചിട്ട് മാമ ഒരു കാര്യം ചെയ്യും. ഞാൻ തൊട്ടടുത്തുള്ള വഴി നിപ്പുണ്ട്, ഇങ്ങോട്ട് പോവാ. ഞാൻ പൈസ നീ ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ വരാം. മോനെ മാമ, ഞാൻ പൈസ തരാം. ഈ പൈസ എനിക്ക് മറ്റന്നാ വൈകിട്ട് എന്നൊക്കെ. മോനെ, ഇത് താമസിക്കില്ല. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് ഇത്രയും വേഗം. അത് കുഴപ്പമില്ല മാമ, ആൾറെഡി 12,000 രൂപ തരാനുണ്ട്. അത് തരാത്തോണ്ട് നിങ്ങളെ കടയിൽ കയറി ഇരിക്കുന്നതാണ് എന്റെ മുതലാളി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പൈസ. ശരി മോനെ. വാസിയണ്ണ, എന്റെ ആവശ്യം എന്ന് പറഞ്ഞാണ് ഞാനിത് വാങ്ങിച്ചത്. സത്യമായിട്ട് പറയാൻ ഒരു മാറ്റവും ഇല്ല. ഞാൻ മറ്റന്നാൾ തന്നെ തരാം. എനിക്ക് തീർച്ചയായും മറ്റന്നാൾ കിട്ടാം. ഞാൻ സത്യം പറയാണ്, ഞാൻ 3 ദിവസം ഞാൻ മറ്റന്നാൾ വൈകുന്നേരം നേരം തരാം. വളരെ സന്തോഷം, അത്യാവശ്യം ആയതുകൊണ്ടാണ്. ശരി, പോട്ടോ. താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ആ പയ്യനാണെങ്കിൽ പൈസ വിളിച്ചോളൂ. ഈനാണെങ്കിൽ ഫോൺ എടുക്കണം. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എവിടെ പോവാൻ? ഫോൺ വിളിച്ചിട്ട് നീ എന്തെടുക്കാത്ത?